കുക്കറിൽ എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു ചിക്കൻ കറിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. ഇത് ബാച്ചിലേഴ്സിന് ട്രൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഒട്ടും സമയമില്ലാത്ത സമയത്ത് ഒരു ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഈ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സവാള 1-2 സവാള കനം കുറഞ്ഞ് അരിഞ്ഞതും പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റ് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ മസാല എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ചിക്കൻ മസാലപ്പൊടി, കുരുമുളക് പൊടി നിങ്ങൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതൽ വേണമെങ്കിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും മസാലപ്പൊടികൾ ചേർത്ത ശേഷം കുറച്ച് ചൂടുവെള്ളമോ അല്ലെങ്കിൽ നോർമൽ വാട്ടർ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ മസാലയാണ് നമ്മൾ കുക്കറിനകത്തോട്ട് ചിക്കൻ മസാലയായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. സവാളയും ഇഞ്ചി പച്ചമുളകും ഒക്കെ വാടിയ ശേഷം ഞാനൊരു തക്കാളിയും കൂടി കനം കുറഞ്ഞ് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിരുന്നു. ഇനി നമ്മൾ ചേർത്ത് കൊടുത്ത തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്ന ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ മസാലക്കൂട്ട് നമുക്കതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ചും കൂടി ചെറു ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ആ എണ്ണ തെളിയുന്നവരെ ഈ മസാലയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ഈ പൊട്ടറ്റോയും ചിക്കൻ കഷ്ണങ്ങളും കൂടി ചേർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വഴന്നു വന്ന റെഡി ആയിട്ട് എണ്ണ തെളിഞ്ഞ മസാലയിലേക്ക് ചിക്കൻ കഷ്ണങ്ങളും പൊട്ടറ്റോയും, ഒരു പൊട്ടറ്റയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നെയ്യ് കൂടുതലുള്ള ചിക്കനൊക്കെ ആണെങ്കിൽ ഒരു പൊട്ടറ്റോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണേ. മല്ലിയിലയുടെയും പുതിനയിലയുടെയും ടേസ്റ്റും ആ ഒരു ഫ്ലേവറൊക്കെ ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരുപാട് ചൂടുവെള്ളം ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ടേസ്റ്റ് ഡിഫറെൻ്റ് ആയി പോവും. ഇനി മൂടി വെച്ചിട്ട് 2-3 വിസിൽ മീഡിയം ഫ്ലെയിമിൽ ചെയ്തെടുത്താൽ ചിക്കൻ കറി റെഡിയാവും കേട്ടോ.